ഹായ് നമസ്കാരം. ഉത്തർപ്രദേശിലെ ബന്ദ ജില്ലയിൽ നിന്നുള്ള 33-കാരിയായ ഷെഹസാദി ഖാൻ അബുദാബിയിൽ വധശിക്ഷ നേരിടുകയാണ്. തൻ്റെ പരിചരണത്തിലിരുന്ന കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ UAE കോടതി വധശിക്ഷ വിധിച്ചതിനെ തുടർന്ന് അവർ അൽ വത്ബ ജയിലിൽ തടവിലാണ്. ഷെഹസാദിയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ പുനർപരിശോധന ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടെന്നും കേസ് ഇപ്പോഴും പരിഗണനയിലാണെന്നും ഇന്ത്യൻ എംബസി പിന്നീട് വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ഷെഹസാദിയുടെ പിതാവ് ഷബീർ ഖാൻ UAE ഭരണകൂടത്തിനും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും തൻ്റെ മകളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കത്തുകൾ നൽകിയിരുന്നു. 2021 ഷെഹസാദി ഖാൻ അബുദാബിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. ഉത്തർപ്രദേശിലെ ബന്ദ ജില്ലയിലെ ഗൊയ്റ മുഗ്ലി ഗ്രാമത്തിൽ താമസിക്കുന്ന അവർ COVID-19 ലോക്ക്ഡൌൺ സമയത്ത് റോട്ടി ബാങ്ക് ഓഫ് ബന്ദ എന്ന സംഘടനയിൽ പ്രവർത്തിച്ചു. ആ സംഘടനയിൽ പ്രവർത്തിച്ചു വരുന്ന സമയത്താണ് ആഗ്രയിൽ നിന്നുള്ള സാമൂഹ്യ പ്രവർത്തകനും ബിസിനസ്സുകാരനുമായ ഉസൈറുമായി ഫേസ്ബുക്ക് വഴി ബന്ധം സ്ഥാപിച്ചത്. കുട്ടിക്കാലത്തെ തിളച്ച വെള്ളം അബദ്ധത്തിൽ അവളുടെ ദേഹത്ത് വീണപ്പോൾ ഉണ്ടായ ഗുരുതരമായ പൊള്ളലിനു വൈദ്യചികിത്സ ഉൾപ്പെടെ ഉസൈർ അവൾക്ക് വാഗ്ദാനം ചെയ്തു. UAE അവൾക്ക് മികച്ച വൈദ്യചികിത്സയും സാഹചര്യങ്ങളും അനുവദിക്കുകയാണെങ്കിൽ ഒരു ജോലിയും ലഭിക്കുമെന്ന് ഉസൈർ അവളോട് പറഞ്ഞു. തൻ്റെ അമ്മാവനും അമ്മായിയും അബുദാബിയിൽ താമസിക്കുന്നുണ്ടെന്നും അവർ അവിടെ ഉള്ളിടത്തോളം കാലം അവൾക്ക് അവിടെ ജോലി ചെയ്യാമെന്നും ഉസൈർ അവളോട് പറയുന്നു. പക്ഷേ കർഷകനായ അവളുടെ പിതാവിന് മകളെ UAE അയക്കാൻ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ വിസ 90 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂവെന്നും അതിനുശേഷം അവൾക്ക് ഇന്ത്യയിലേക്ക് മടങ്ങാമെന്ന് ഉസൈർ ഉറപ്പു നൽകി. എന്നാൽ 2021 നവംബറിൽ അബുദാബിയിൽ എത്തിയപ്പോഴാണ് തൻ്റെ മകൾക്ക് വിസ 6 മാസത്തേക്കാണ് എന്ന് മനസ്സിലായത് എന്ന് പിതാവ് പറയുന്നു. കൂടാതെ വിവാഹിതരായ ഫൈസ് നാദിയ എന്നീ ദമ്പതികൾക്ക് ഒരു വലിയ തുകയ്ക്ക് ബോണ്ട് ലേബറായി തന്നെ വിറ്റതായും അവർ മനസ്സിലാക്കി. 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ പരിപാലിക്കുക എന്നായിരുന്നു ഷെഹസാദിയുടെ പ്രാഥമിക ഉത്തരവാദിത്തം. കുറഞ്ഞത് മകൾക്ക് ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടെന്ന് തങ്ങളോട് മകൾ പറഞ്ഞതായി പിതാവ് പറയുന്നു. എന്നാൽ പിന്നീട് 10 ദിവസത്തേക്ക് അവളിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നതുപോലുമില്ല. തിരിച്ചു വിളിക്കുമ്പോൾ ഒരു പ്രതികരണവും ഉണ്ടായതുമില്ല പിതാവ് പറയുന്നു. 2022 ജനുവരിയിൽ ഷെഹസാദിയുടെ സംരക്ഷണത്തിലായിരുന്ന 4 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചപ്പോൾ അവർ ജോലി ചെയ്തിരുന്ന ദമ്പതികൾ ഉടൻ തന്നെ അവരുടെ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി അവളാണെന്ന് ആരോപിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ ഫലമായി ഷെഹസാദി അറസ്റ്റിലാവുകയും ഒടുവിൽ അബുദാബി കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു. കോടതി രേഖകൾ പ്രകാരം ഒരു നിമിഷത്തിന്റെ ആവേശത്തിൽ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നാണ് ഷെഹസാദിക്കെതിരെ ചുമത്തിയ കുറ്റം. ശമ്പളം നൽകാത്തതിൽ അവൾ അസ്വസ്ഥയാണെന്നും അവളുടെ ദേഷ്യം കുഞ്ഞിനോടാണ് പ്രകടിപ്പിച്ചതെന്നും കുഞ്ഞിന്റെ മാതാപിതാക്കൾ കോടതിയെ അറിയിച്ചു. എന്നാൽ കുട്ടിയുടെ മരണം മെഡിക്കൽ അശ്രദ്ധ മൂലമാണെന്ന് ഷെഹസാദിയും അവളുടെ പിതാവും വാദിച്ചു. ആ ദിവസം കുഞ്ഞിന് വാക്സിൻ നൽകിയിരുന്നുവെന്നും പനി ഉണ്ടായിരുന്നുവെന്നും അവർ അവകാശപ്പെടുന്നു. ഫെബ്രുവരി 16 ഷെഹസാദിയുടെ കുടുംബത്തിന് ദുബായിൽ നിന്ന് ഒരു ദുഃഖകരമായ അവസാന കോൾ ലഭിച്ചു. തന്നെ ഐസൊലേഷനിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും ജയിൽ ക്യാപ്റ്റൻ തൂക്കിലേറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഷെഹസാദിയ വീട്ടുകാരെ അറിയിക്കുന്നു. വളരെ കാലമായി ഷെഹസാദിയുടെ മാതാപിതാക്കൾ അവളുടെ തിരിച്ചുവരവിനായി തീവ്രമായി ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വർഷം മകളുടെ നിരപരാധിത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ സർക്കാരിനും പ്രസിഡന്റിനും കത്തെഴുതി. കുഞ്ഞിന്റെ മരണത്തിൽ തൻ്റെ മകളെ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന് വിശ്വസിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഷബീർ തൻ്റെ കത്തിൽ ആവശ്യപ്പെടുന്നു. ഉസൈറിനെ അറസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഫെബ്രുവരി 16 വന്ന അവരുടെ അവസാന കോളിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ അവരെ തൂക്കിലേറ്റിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു.
എന്നാൽ ഷെഹ്സാദിയുടെ വധശിക്ഷ ഉടൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് UAE അധികൃതർ ഇന്ത്യൻ എംബസിയെ അറിയിച്ചതായാണ് വിവരം. ഇതിൽ നിന്ന് മറ്റൊരു കാര്യം, വിദേശ രാജ്യങ്ങളിൽ ഹൗസ് മെയ്ഡ് ജോലിക്കായി പോകുന്ന നമ്മുടെ ഒട്ടനവധി രാജ്യങ്ങളിൽ നിന്നും UAE ഒരുപാട് സ്ത്രീകൾ ഒഴുകി വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ സ്പോൺസറുടെ ആ ഒരു വീട്ടിൽ ഒരു ഫിലിപ്പീൻസ്, ആ കുട്ടി അവിടെ നല്ല മാന്യമായിട്ടുള്ള ഒരു ജോലി ചെയ്തു വന്നിരുന്ന സമയം പെട്ടെന്നൊരു ദിവസം ഈ എൻ്റെ സ്പോൺസറുടെ വൈഫ് പറയുകയാണ്, അബ്ദു, ഇവരെ ക്യാൻസൽ ചെയ്ത് ഉടൻ തന്നെ ഇവരെ ഇവിടെ നിന്ന് കയറ്റിവിടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കാരണമൊന്നും അവരോട് ഞാൻ ചോദിച്ചില്ല. അങ്ങനെ സ്പോൺസറോട് വിളിച്ച് ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സ്പോൺസർ പറയുന്നു, ഇവർ ജോലി ചെയ്യാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് കയറി വരും. പിന്നീട് ഇവർക്ക് ശമ്പളം കിട്ടാത്ത ആ ഒരു ദിവസം ഒന്ന് വൈകിക്കഴിഞ്ഞാൽ പിന്നീട് ഇവർ ചെയ്യുന്ന മാന്യമായ ജോലി മറ്റൊരു രീതിയിലൂടെയാണ് ചെയ്യുന്നത്. കുട്ടികളോടാണെങ്കിലും വളരെ ദേഷ്യത്തിലാണ് അവർ പെരുമാറുന്നത്. അങ്ങനെ വരുമ്പോൾ മക്കൾ മാനസികമായി തകരുകയാണ്. കുട്ടികൾക്ക് നേരത്തിന് ഭക്ഷണം കിട്ടുന്നില്ല, മെഡിസിൻ കിട്ടുന്നില്ല, വളരെ പ്രയാസത്തിലാണ്. ഇവരെ ക്യാൻസൽ ചെയ്ത് അയച്ചാൽ മാത്രമേ മറ്റൊരു വിസയിൽ ഒരു ഹൗസ് മെയ്ഡിനെ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ വലിയ ഒരു അബദ്ധം ഈ കുട്ടി അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പം നമ്മൾ വിദേശികളാണ്. അപ്പം നമ്മളെപ്പോലെ ജോലി ചെയ്യാൻ വേണ്ടി, കുടുംബം പുലർത്താൻ വേണ്ടി വന്നവരാണ്. ഞാൻ ഒരു കാര്യവും അവരോട് കൃത്യമായിട്ട് ചോദിക്കാനോ ഒന്നും നിന്നില്ല. അങ്ങനെ പാസ്പോർട്ട് ഓഫീസിൽ പോയി അവിടെ മറ്റേ CID വിഭാഗത്തിൽ പോയി ഇവർക്ക് സ്പോൺസറിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ കൃത്യമായിട്ട് അവരിൽ നിന്ന് വിവരം ശേഖരിച്ചതിന് ശേഷമേ ആ CID വിഭാഗം ഇവർക്ക് ആ ഒരു ക്യാൻസൽ ചെയ്യാനുള്ള അനുമതി കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇവർ ഏതെങ്കിലും രൂപത്തിൽ അറബി വീട്ടിൽ നിന്നും മറ്റ് ആ ഒരു മാനസിക പ്രയാസങ്ങളോ അതല്ലെങ്കിൽ മർദ്ദനങ്ങളോ അതുമല്ലെങ്കിൽ മറ്റു രീതിയിൽ എന്തെങ്കിലും വല്ല പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് ചോദിച്ചതിന് ശേഷമാണ് ഈ ഹൗസ് മെയ്ഡ് വിസയിൽ വരുന്ന സ്ത്രീകൾക്ക് വിസ ക്യാൻസൽ ചെയ്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ വിസ ക്യാൻസൽ ചെയ്യാൻ എന്താണ് കാരണം എന്നൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആലം അമ്രി എന്ന് പറയുന്ന ഒരു CID ഓഫീസറാണ് ആ ഓഫീസിലുണ്ടായിരുന്നത്. അപ്പോൾ കാസർഗോഡുള്ള ഒരു മലയാളിയാണ് ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയും. അപ്പോൾ കൃത്യമായിട്ട് ആലം അമ്രി ഈ ഒരു ഫിലിപ്പീൻസിനോട് കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ അവർ പറയുന്നു, നേരത്തിന് ഭക്ഷണം പോലും കിട്ടാത്ത വലിയ ഒരു പ്രയാസത്തിൽ തന്നെയാണ്. മക്കളെ മദ്രസയിലേക്ക് അതികാലത്ത് എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വസ്ത്രമൊക്കെ അയൺ ചെയ്ത് അവരെ ഒരുക്കി വിട്ട് പിന്നീട് ഈ കിച്ചണിൻ്റെ ഉള്ളിൽ ഇവർ വീട്ടിലിരിക്കുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അത് കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം ആ ഒരു ടേബിളിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന ആ വെള്ളവും അതുപോലെ തന്നെ കൈ തുടക്കാനുള്ള ആ ഒരു തുവാലയും ഒക്കെ എടുത്തു കൊടുക്കണം. അങ്ങനെ ഒരു വളരെ പ്രയാസപ്പെട്ട് ആണ് ആ കുട്ടി 2 വർഷം പിടിച്ചു നിന്നത് എന്ന് ആ ഒരു CID ഓഫീസറോട് പറയുന്നു. അപ്പോൾ CID ഓഫീസർ എന്നോട് ചോദിച്ചു, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, വേറെ ഒരു പ്രശ്നവുമില്ല, എനിക്ക് നാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു. വളരെ മാന്യമായിട്ട് തന്നെ ഞാനും ചിന്തിച്ചു അവർ നാട്ടിൽ പോകുന്നതാണ് നല്ലത്. കാരണം ഇത്രയും ആ ഒരു നേരത്തിന് ഭക്ഷണം പോലും കിട്ടാതെ
ഹൗസ് മെയ്ഡ് വിസയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്നും വിദേശ രാജ്യങ്ങളിലുണ്ട്. അവർ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്കും വിധേയമാകുന്നുണ്ട്. പക്ഷേ അവർ വെളിയിൽ ഇത്തരം വിഷയങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഒരു ഹൗസ് മെയ്ഡ് ആ ഒരു 4 മാസം പ്രായം വരുന്ന കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ് ആ ഒരു വീട്ടുകാർ ഇവർക്കെതിരെ കേസ് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു അബുദാബി കോടതി എന്ന് പറയുമ്പോൾ